ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹക്സ് ഇൻസൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഈദ് ഷോപ്പിംഗ് വ്ളോഗും അതുപോലെ തന്നെ ഒരു നോമ്പുതുറ വിശേഷവും കൂടി ആയിട്ടാണ്. സാധാരണയായിട്ട് നമ്മൾ തലശ്ശേരിയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നാദാപുരം സുഡിയോ എന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. ഞാനിവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ജീനും പിന്നെ ഒരു ടീഷർട്ട് ടൈപ്പ് അങ്ങനത്തെ ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നേരെ തിരിച്ചായി. ഞാനധികം ഇന്നേ ഡ്രസ്സ് വേണം അല്ലെങ്കിൽ ഞാൻ ഈ ഡ്രസ്സാണ് പെരുന്നാൾക്ക് പർച്ചേസ് ചെയ്യുക അങ്ങനെയൊന്നും മുൻകൂട്ടി ഒന്നും തീരുമാനിച്ചൊന്നും ഇറങ്ങാറില്ല. പക്ഷേ എന്തായാലും ഓക്കെ, ഒരു കാഷ്വലായിട്ട് ഒരു ജീനും ടോപ്പോ അങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. ഒരു ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ലീസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിലൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്കം നമുക്ക് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു 80% നടക്കാറില്ല. പക്ഷേ എന്താണോ ഞാൻ ലീസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് എന്തോ നല്ലതായിട്ട് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ലീസ്റ്റ് എക്സ്പെക്റ്റേഷനാണ് എന്തിലും നല്ലതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് വരാനുള്ളത് അതെന്തായാലും വരും. പിന്നെ നമ്മൾ അതിനെ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് പിന്നെ നമുക്കത് കിട്ടിയില്ലെങ്കിൽ അത് വേറൊരു വിഷമമല്ലേ. അപ്പോൾ അതങ്ങനെയൊക്കെ ഇതാ സുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കളക്ഷൻ വൈസ് പറയുകയാണെങ്കിൽ സുഡിയോയിൽ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പെരുന്നാളിന് നമ്മൾ കുറച്ച് അടുപ്പിച്ചിട്ട് തന്നെയായിരുന്നു പോയത്. അപ്പം അത്യാവശ്യം ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെന്നും തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഓക്കെയാണ്, അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അപ്സ്റ്റേഴ്സിൽ മെൻസും പിന്നെ കിഡ്സിൻ്റെയും സെക്ഷനാണ് കേട്ടോ. പിന്നെ താഴെയാണ് ലേഡീസും പിന്നെ കോസ്മെറ്റിക്സിൻ്റെ ചെറിയൊരു സെക്ഷനും കൂടി വരുന്നുണ്ട്. അപ്പം കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കി, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എൻ്റർ ആയിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തന്നെ നല്ല രീതിക്ക് ആളുണ്ടായിരുന്നു. അവിടെ പോകുമ്പം ജീൻസും ടീഷർട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എടുത്ത് വന്നപ്പോൾ ജംപ് സ്യൂട്ടാണ് കേട്ടോ എടുത്തത്. എന്തോ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ പിന്നെ പപ്പൊക്കെ ഓക്കെ പറഞ്ഞു, രസമുണ്ടെന്ന് പറഞ്ഞു. പപ്പക്ക് അത്യാവശ്യം കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പപ്പ ഓക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങ് എടുത്തു. പിന്നെ ഉമ്മയും സിസ്റ്റേഴ്സിനും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിതാ പർച്ചേസൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോവാണ് കേട്ടോ. ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ നോമ്പുതുറക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നോമ്പുതുറ നമുക്ക് ഇന്ന് എവിടെയാണെന്ന് വെച്ചാൽ മുഴപ്പിലങ്ങാട് ബീച്ചിൽ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ കഫേയിലാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ. അപ്പോൾ നമ്മൾ പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അവിടത്തേക്ക് ഇറങ്ങിട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നോമ്പ് തുറക്കുന്നത് നമ്മളെപ്പോഴും വീട്ടിൽ നിന്നല്ലേ നോമ്പ് തുറക്കുന്നത്. ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പുറത്തൊക്കെ പോയിട്ടൊന്ന് നോമ്പ് തുറക്കണമായിരുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. മുഴപ്പിലങ്ങാട് ബീച്ച്, അതായത് ഒരു ബീച്ച് വൈബിൽ നമുക്കൊരു നോമ്പ് തുറ എന്ന് പറയുമ്പോൾ സെറ്റാണ് കേട്ടോ. എന്താ പറയണ്ടേ ഒന്നും അറിയില്ല, അത്രയും അടിപൊളി ഫീലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലോണം ആളുകളുണ്ടായിരുന്നു ബീച്ചിൽ. എൻ്റെ സിസ്റ്ററിന് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകുന്നത്. അവൾ ചെറുതിലെ ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ടെൻസ്ഡൊക്കെ ആയിരിക്കുമ്പോൾ ഈ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹീലറല്ലേ ശരിക്കും പറഞ്ഞാൽ. എനിക്കെന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഒന്നുകിൽ ബാൽക്കണിയിലൊക്കെ പോയിരിക്കും. കുറച്ച് നാച്ചുറായിട്ട് നമ്മൾ ഒന്ന് കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് എല്ലാ ടെൻഷനും എന്തോ പോകുന്ന പോലെ തോന്നും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും നമ്മുടെ മൈൻഡ് കുറച്ച് ഫ്രീ ആയ പോലെ തോന്നും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ എൻ്റെ ഉപ്പാൻ്റെ ബ്രദറാണ് കേട്ടോ. ഇത് ഒരു ബ്രദറും പിന്നെ വൈഫും കുട്ടികളും ഉപ്പുമ്മയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കുള്ളത്. കമ്മട്ടിപ്പാടത്തിലെ സ്നാക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഓരോ സ്നാക്സും അത്ര അടിപൊളിയായിരുന്നു. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. പഴംപൊരിയും ബീഫും പിന്നെ കോളിഫ്ലവറും കട്ട്ലറ്റും അങ്ങനെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പഴംപൊരിയും ബീഫും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്.
അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജ്യൂസ്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് എങ്ങനെയാണെന്ന് തോന്നുന്നു, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ തലശ്ശേരി ആണെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്യുക. കമ്മട്ടിപ്പാടം കഫേ അടിപൊളിയാണ്, സ്നാക്സ് വൈസും എന്താ പറയുക ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. ഇത് എൻ്റെ ആപ്പാൻ്റെ മോളാണ് കേട്ടോ, രണ്ടാമത്തെ മോളാണ്. അവൾ അത്യാവശ്യം നല്ല രീതിക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് കവർ ചെയ്ത് വെച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോഴേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 8:50 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇറങ്ങാനേ തോന്നില്ല, അത്രയും നല്ല വൈബായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിലെ ഒരു നോമ്പോറ സെറ്റായിരുന്നു. അപ്പോൾ ആരെങ്കിലും പുറത്തുനിന്നൊക്കെ നോമ്പ് തുറക്കാൻ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മട്ടിപ്പാടം നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് തലശ്ശേരിക്കാർക്ക്. അപ്പം എന്താ പറയുക, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പോകാത്തവരൊക്കെ പോയിട്ട് അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ പെരുന്നാൾ തലേന്നൊക്കെ പുറത്തൊക്കെ പോകാൻ നല്ല വൈബല്ലേ. എന്താ പറയുക, ഫുൾ ടൗണൊക്കെ നല്ല രസത്തിൽ എന്താ പറയുക ഡെക്കറേറ്റ് അതൊക്കെ ചെയ്ത് വെച്ചിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് മുമ്പൊക്കെ ആപ്പാൻ്റെ കൂടെ പുറത്ത് പോകാറുണ്ടായിരുന്നു. എന്താ പറയുക ഈദിൻ്റെ തലേന്നൊക്കെ പോവും. പിന്നെ അന്നാണ് അധികവും ആപ്പാൻ്റെ പർച്ചേസിങ് ഒക്കെ ആ ഒരു സമയത്താണ് ആപ്പ ചെയ്യുക. അപ്പോൾ ആപ്പാൻ്റെ കൂടെ പോയി നമുക്കുള്ളത് എന്തൊക്കെയൊക്കെ പർച്ചേസൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്, എന്താ പറയുക ഈദെന്ന് പറയുമ്പോൾ ഈദിൻ്റെ തലേ ദിവസമാണ് കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് തോന്നാറുള്ളത്, അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ നിന്ന്. അവർ നല്ല കളിയൊക്കെ ആയിരുന്നു. പപ്പൻ്റെ സൈഡിലുള്ള എൻ്റെ കസിൻ സിസ്റ്റേഴ്സൊക്കെയും ചെറുതാണ് കേട്ടോ, ഒന്ന് 5th പഠിക്കുക, പിന്നെ 2nd സ്റ്റാൻഡേർഡും LKG ഒക്കെ ആണ് കേട്ടോ ബാക്കിയുള്ള സിസ്റ്റേഴ്സ്. പിന്നെ ഇതാ നമ്മൾ ബീച്ചിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങിയിട്ടാ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയി ഫോളോ ചെയ്യണേ. മെഹക്സ് ഇൻസൈറ്റ്സ് തന്നെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നെയിം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ മിസ മെഹക് ഫ്രം മെഹക്സ് ഇൻസൈറ്റ്സ്. താങ്ക് യു, ബൈ.